ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോളർ ഐനെക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിൽ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് അപ്പുറത്ത് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു വീയുടെ ആകൃതി ആയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഐനെക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നെക്കിന് വേണ്ടി വരയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ലൈനിങ് ചുരിദാറായ കാരണം ആദ്യം ലൈനിങ്ങിലാണ് അത് വരച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒറിജിനൽ ചുരിദാറിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭാഗം വെച്ചിട്ട് ആ ലൈനിങ് നമ്മൾ ആ ഐനെക്കിന് വരച്ച ലൈനിങ് അതിന് മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്റർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. തെന്നി മാറാതിരിക്കാൻ സെൻറ്റർ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഐനെക്കിന് വരച്ചില്ലേ അതിൽ കൂടെ ഒരടി അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം വരച്ച് ക്ലിയർ ആവുന്നില്ല, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഈ ലെവലിലാണ് നമ്മൾ ഐനെക്കിന് വേണ്ടിയിട്ട് കഴുത്തിന് അടിക്കുന്നത് കേട്ടോ. ഈ ലൈനിങ്ങിൽ അടിച്ച് മറക്കുകയാണേ. ഇതുപോലെ അടിക്കുന്നുണ്ട്. അവിടെ കുത്തി സൂചി കുത്തി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് അടിക്കുന്നു കേട്ടോ. നമ്മൾ ആ സെൻറ്റർ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അത് സ്റ്റിച്ചിമ്മ പെടാതെ കട്ട് ചെയ്തിട്ട് സെൻറ്റർ അടിച്ച നൂല് അഴിച്ച് കളയാൻ കേട്ടോ. ബാക്കി വരുന്ന നൂല് ഇനി ഇതേപോലെ നന്നായിട്ട് കഴുത്ത അങ്ങോട്ട് മറക്കി അപ്പുറത്തെ ഭാഗത്തേക്ക് ഈ ലൈനിങ് മറിച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച നെക്കിൻ്റെ തുമ്പൊക്കെ ഉൾവശത്തേക്ക് പോകും കണ്ടോ. ഇതുപോലെ മറയ്ക്കാം. അപ്പോൾ ലൈനിങ് ചുരിദാറാണെങ്കിൽ ഇതുപോലെ കേട്ടോ അടിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ഒരടി അടിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ കഴുത്ത് നന്നായിട്ട് ലൈനിങ് ഉള്ളിലാക്കി ആക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കണ്ടോ. ബാക്ക് പാർട്ടിൽ നെക്കിന് ഒന്നും ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നെക്ക് അടിച്ചതിന് ശേഷം പിന്നെ അത് ലൈനിങ് മൊത്തത്തിൽ എല്ലായിടത്തും യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നെക്കിൻ്റെ മാത്രം വീഡിയോ കാണിക്കുന്ന കാരണം അത് കാണിക്കായിട്ടാണ്. അപ്പം ഇത് കോളറിന് വേണ്ടി വെട്ടി വെച്ചതാട്ടോ. ഐനെക്ക് വെക്കാനുള്ള കോളർ കണ്ടോ. ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയിട്ട് നമ്മളൊരു ചുരിദാറിൻ്റെ തുണി പീസിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വെച്ച് ഇസ്തിരി ഇട്ടാൽ ആ അതിലവിടെ ഒട്ടും കേട്ടോ ക്യാൻവാസ്. എന്നിട്ട് ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ട് ആ സൈഡിൽ കൂടെ കണ്ടോ, ആ മടക്കാക്കിയ ഭാഗത്ത് കൂടെ ജസ്റ്റ് ആ ക്യാൻവാസിൻ്റെ കൃത്യത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നെക്കിന് വേണ്ടി വയ്ക്കാനുള്ള പീസാണ് കേട്ടോ ക്യാൻവാസ്. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കും നമ്മൾ. കണ്ടോ. ഇനി ഇതുപോലെ മറച്ച് നന്നായിട്ട് ജസ്റ്റ് കണ്ടോ ഇതേപോലെ ഒന്ന് നന്നായി മറച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം നല്ല കൃത്യമായിട്ട് ഒപ്പാക്കി വെച്ചിട്ട് അതിലൊരടി അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പതിഞ്ഞിരിക്കാൻ വേണ്ടി ആ സൈഡിൽ കൂടെ നമ്മൾ മറച്ച ഭാഗത്ത് ആ സൈഡിൽ കൂടെ ഒരടി അടിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ അതുപോലെ വെച്ചിട്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ. അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ തലറ്റം വരെ. ഇനി ആ നമ്മളെ ക്യാൻവാസിൻ്റെ അതേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഉള്ളിൽ നമുക്ക് ആ ക്യാൻവാസിൻ്റെ തടയുന്നത് അറിയാമല്ലോ, ആ അരികെ കൂടെ നമ്മളൊന്നും കൂടി അപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാൻവാസിൻ്റെ അതേ ആകൃതിയിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച ക്യാൻവാസിൻ്റെ അതേ ഇതിൽ
നമ്മളൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന തുമ്പെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇത്തിരി മാത്രം തുമ്പ് വിട്ട് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബാക്കി ആ വേസ്റ്റ് പീസൊക്കെ കണ്ടോ, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ തുമ്പില്ലേ, ആ തുമ്പ് ജസ്റ്റ് ഒന്ന് മടക്കി പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തുമ്പ് ഇങ്ങനെ ഇതായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ വെട്ടിക്കഴിഞ്ഞതിൻ്റെ അവിടുത്തെ തുമ്പൊന്ന് ജസ്റ്റ് ആ കോളറുമ്പിലേക്ക് പതിച്ചൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്താൽ തുമ്പ് ഇങ്ങനെ പിന്നിപ്പോരില്ല. പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കണ്ടോ, മൊത്തത്തിൽ ലാസ്റ്റ് വരെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്കിന് ഇതുമേ പിടിപ്പിക്കാൻ പോകണ്ട. നമ്മൾ നെക്ക് അടിച്ചാൽ അത് നെക്ക് പോലത്തെ അടിച്ചതിൻ്റെ അവിടേക്ക് ഉള്ളിലേക്കായിട്ട് ആ ചെറിയ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ. കണ്ടോ, ആ തുമ്പ് ഭാഗത്ത് കണ്ടോ, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അവിടെ വീതി കുറഞ്ഞ ഭാഗമാണ്, പിന്നെ വീതി കൂടി കൂടി വരും. കണ്ടോ, നമ്മളെ തുമ്പ് മാത്രം ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് മാതിരി കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ബാക്ക് വശമാണ് കേട്ടോ. ബാക്ക് വശത്ത് അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നത്, നമ്മൾ മടക്കി കൊടുത്തിട്ട് വെച്ചിട്ട് ബാക്ക് വശം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ തുമ്പൊന്ന് മടക്കി കൊടുത്തിട്ട് അതുമ്മ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, കൃത്യമായിട്ട് നമ്മൾ മടക്കി ആ തുമ്പ് മടക്കി ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് പിന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് അപ്പുറത്തെ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ വെച്ചടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വീതി കുറഞ്ഞ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ വെച്ച് മറ്റേ അപ്പുറത്തെ സൈഡ് വെച്ച പോലെ തന്നെ വെച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒരേപോലെ ആക്കണം കേട്ടോ. ഒരേപോലത്തെ അളവിൽ അവിടെ ആ ഫ്രണ്ടിൽ രണ്ട് സൈഡും ഒരേപോലെ വരുന്ന പോലെ നമ്മളിത് അങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തുമ്പൊക്കെ കൃത്യമായി പിടിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒന്ന് നന്നൊരു ടക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, അങ്ങനെ സ്റ്റിച്ചായിട്ട്. അപ്പം നമ്മുടെ ഐനക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐനക്ക് അടിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.